ഹായ് ഫ്രണ്ട്സ്, ഗ്ലോറിയസ് എജ്യു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 10th ലെവൽ പ്രിലിമിനറി എക്സാം സിലബസിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ടോപ്പിക്കായ അയിരുകളും ധാതുക്കളുമാണ് പഠിക്കാൻ പോകുന്നത്. അയിരുകളും ധാതുക്കളും എന്ന ടോപ്പിക്ക് 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അയിരുകൾ, ധാതുക്കൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അയിരുകൾ എന്താണ്, അതുപോലെ ധാതുക്കൾ എന്താണ് എന്നൊക്കെ പഠിച്ചു. അതുപോലെ പ്രധാനപ്പെട്ട കുറച്ച് ലോഹങ്ങളും അവയുടെ അയിരുകളും പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോഹങ്ങളെ അയിരിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയകളെക്കുറിച്ചാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 വാക്കുകളുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിലടങ്ങിയ അപദ്രവ്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഗാങ്. നമ്മൾ പറഞ്ഞു നമുക്ക് എവിടെ നിന്നാണ് ഈ ലോഹങ്ങളൊക്കെ കിട്ടുന്നത്? പ്രകൃതിയിൽ നിന്നാണ്. അപ്പോൾ എന്താണ്? ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിര്. അപ്പോൾ നമുക്കെന്താണ്? അയിരിൽ നിന്നാണ് നമ്മൾ ലോഹം വേർതിരിച്ചെടുക്കുന്നത്. അത് നമുക്കറിയാം അല്ലേ? അയിരിൽ നിന്നാണ് ലോഹം വേർതിരിച്ചെടുക്കുന്നത്. എന്നാൽ ഈ അയിരിൻ്റെ അകത്ത് കുറേ മാലിന്യങ്ങളും കൂടെ കാണും. അതിനെയൊക്കെ ശുദ്ധീകരിച്ചിട്ടൊക്കെ വേണം നമുക്ക് ലോഹമാക്കി മാറ്റിയെടുക്കാൻ. അപ്പം എന്താണ്? നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുമ്പോൾ അതിനകത്ത് അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങളും കൂടെ കാണപ്പെടുന്നുണ്ട്. ഈ അപദ്രവ്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഗാങ്. അതായത് ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിലടങ്ങിയ അപദ്രവ്യങ്ങളാണ് ഗാങ്. അപ്പോൾ നമ്മൾ എന്താണ്? ഈ മാലിന്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് ലോഹം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ മാലിന്യങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം. അങ്ങനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലക്സ്. മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലക്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗാങ് എന്ന് പറഞ്ഞാൽ അപദ്രവ്യം അല്ലേ? ഈ ഗാങ്ങിൻ്റെ കൂടെ ഫ്ലക്സും കൂടി ചേർന്നിട്ട് എന്ത് ലഭിക്കും? എന്നിട്ട് ലഭിക്കുന്ന പദാർത്ഥത്തിന് പറയുന്ന പേരാണ് സ്ലാഗ്. എന്താണ്? സ്ലാഗ്. അപ്പം എന്തൊക്കെയാണ് പഠിച്ചത്? ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിലടങ്ങിയ അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങളാണ് ഗാങ്. ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലക്സ്. ഗാങ് ഫ്ലക്സുമായി പ്രവർത്തിച്ചിട്ട് ലഭിക്കുന്ന പദാർത്ഥമാണ് സ്ലാഗ്. അടുത്തത് നമ്മളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. എന്താണ്? ഗാങ് അസിഡിക് ആണെങ്കിൽ ചേർക്കുന്ന ഫ്ലക്സ് എന്തായിരിക്കണം? ബേസിക് ആയിരിക്കണം. ഗാങ് അസിഡിക് ആണെങ്കിൽ ഫ്ലക്സ് ബേസിക് ആയിരിക്കണം. അതുപോലെ ഗാങ് ബേസിക് ആണെങ്കിൽ ചേർക്കുന്ന ഫ്ലക്സ് അസിഡിക്കും ആയിരിക്കണം. അടുത്തത് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി. നമ്മൾ പറഞ്ഞു ലോഹത്തിൻ്റെ എങ്ങനെയാണ് ഒരു ലോഹം അയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് എന്ന പ്രക്രിയയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയ, ഒരുപാട് പ്രക്രിയകളിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ശുദ്ധമായ ലോഹം ലഭിക്കുന്നത്. അപ്പോൾ ഈ പ്രക്രിയയൊക്കെ എന്താണ്? അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി. ഓക്കെ, ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ലോഹ നിഷ്കർഷണം. അപ്പം ഈ പ്രക്രിയ കുറേ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം എന്താണ്? 3 ഘട്ടങ്ങളാണ് ഇതിനുള്ളത്. എത്ര ഘട്ടങ്ങളാണ്? 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘട്ടമാണ് അയിരുകളുടെ സാന്ദ്രണം. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. രണ്ടാമത്തെ ഘട്ടമാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. മൂന്നാമത്തെ ഘട്ടമാണ് ലോഹ ശുദ്ധീകരണം അല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഇങ്ങനെ 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഇതിലുള്ള ഓരോ ഘട്ടങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഘട്ടം എന്താണ്? അയിരുകളുടെ സാന്ദ്രണമാണ്. എന്താണ് ഈ അയിരുകളുടെ സാന്ദ്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അയിരിലടങ്ങിയ അപദ്രവ്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുമ്പോൾ കുറേ മാലിന്യങ്ങളോട് കൂടിയിട്ടാണ് ഈ അയിര് ലഭിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ അയിരിലെ മാലിന്യങ്ങളെ അങ്ങ് നീക്കം ചെയ്യും. ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് അയിരുകളുടെ സാന്ദ്രണം.
ഓക്കെ, അയിരിലടങ്ങിയ അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം. അപ്പം ഈ സാന്ദ്രണം തന്നെ എന്താണ്, പല തരത്തിലായിട്ടുണ്ട്. എങ്ങനെ അയിരിൻ്റെയും അപദ്രവ്യങ്ങളുടെയും സ്വഭാവം അനുസരിച്ച് വിവിധ സാന്ദ്രണ രീതികളുണ്ട്. ഓക്കെ, അയിരിൻ്റെ സ്വഭാവവും അതുപോലെ അതിലടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളുടെ സ്വഭാവവും അനുസരിച്ച് വിവിധ സാന്ദ്രണ രീതികളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ആദ്യത്തെ സാന്ദ്രണ രീതിയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ്, അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതിയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ഉദാഹരണം, ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണവും സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണവും. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്ന് പറയുമ്പോൾ പൊടിച്ച അയിരിനെ ഇതുപോലെയുള്ള ഒരു അപ്പാരറ്റസിലേക്ക് ഇടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, സാന്ദ്രത കുറഞ്ഞത് എവിടെ വരും, മുകളിലേക്ക് പൊങ്ങി വരും. ഇവിടെ എന്താണ് സാന്ദ്രത കുറഞ്ഞത്, സാന്ദ്രത കുറഞ്ഞ അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാണ്. അപ്പോൾ സാന്ദ്രത കൂടിയ അയിര് താഴോട്ടേക്ക് പോവുകയും സാന്ദ്രത കുറഞ്ഞ അപദ്രവ്യം മുകളിലോട്ട് വരികയും ചെയ്യുന്നു. നമുക്കറിയാം, സാന്ദ്രത കുറഞ്ഞതാണ് എപ്പോഴും മുകളിലേ വരുന്നത്, സാന്ദ്രത കൂടിയത് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. സാന്ദ്രത എന്ന് പറയുമ്പോൾ മാസ് പെർ യൂണിറ്റ് വോളിയം, അല്ലെ, ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള പദാർത്ഥത്തിൻ്റെ പിണ്ഡത്തിനെയാണ് നമ്മൾ സാന്ദ്രത എന്ന് പറയുന്നത്. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോഴാണ് നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതുകൊണ്ട് തന്നെ മുകളിലേക്ക് വരികയും മുകളിലുള്ള ഈ സുഷിരത്തിലൂടെ നമുക്ക് പുറത്തെടുക്കാനും സാധിക്കും. മുകളിലുള്ള സുഷിരത്തിലൂടെ പുറത്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഗ്യാങ് അല്ലെങ്കിൽ നമ്മുടെ ഈ അപദ്രവ്യങ്ങളെ മുകളിൽ പൊങ്ങി വരുന്നതായിരിക്കും. മുകളിലത്തെ ആ സുഷിരത്തിലൂടെ പുറത്തേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം അടുത്തതായിട്ട് എന്താണ്, താഴെയുള്ള ഭാഗത്ത് എന്താണ് കാണപ്പെടുന്നത്, അയിര് കാണപ്പെടും. സാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ അയിര് എവിടെയാണ്, താഴെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ താഴെയുള്ള ട്യൂബിലൂടെ സാന്ദ്രീകരിച്ച അയിരിനെ പുറത്തെടുക്കാനും പറ്റും. അപ്പോൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നത് അപദ്രവ്യ സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമായ കേസിലാണ്. ഉദാഹരണം, ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണവും സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണവും. അടുത്ത സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പോൾ ഇതാണ് നേരത്തെ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോഴാണ് പ്ലവന പ്രക്രിയ യൂസ് ചെയ്യുന്നത്. ജലപ്രവാഹത്തിൽ എപ്പോഴാണ് കഴുകിയെടുക്കുന്നത്, അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോഴാണ് നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നത്. എന്നാൽ പ്ലവന പ്രക്രിയയിൽ അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോഴാണ് പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത്. ഉദാഹരണം, സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ. അപ്പം എന്താണ്, സാന്ദ്രത കുറഞ്ഞത്, ഇവിടെ സാന്ദ്രത കുറഞ്ഞതാണ് നമ്മുടെ അയിര്, അല്ലെ, സാന്ദ്രത കുറഞ്ഞതാണ് അയിര്. അപ്പോൾ സാന്ദ്രത കുറഞ്ഞ അയിര് പതയായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും. സാന്ദ്രത കൂടിയ മാലിന്യം അല്ലെങ്കിൽ അപദ്രവ്യം താഴെയും കാണപ്പെടും. അപ്പോൾ ഇതാണ് പ്ലവന പ്രക്രിയ. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോഴാണ് പ്ലവന പ്രക്രിയയിലൂടെയുള്ള സാന്ദ്രീകരണം നടത്തുന്നത്. അടുത്തത് കാന്തിക വിഭജനം. അപ്പോൾ എന്താണ്, കാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഈ മാർഗം ഉപയോഗിക്കാം. ഏതെങ്കിലും ഒന്നിന് കാന്തിക വിഭജനം ഉണ്ടായാൽ അങ്ങനെ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം, കാന്തിക വിഭജനം ഉപയോഗിക്കാം. ഉദാഹരണം, മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിര് സാന്ദ്രണം ചെയ്യാൻ കാന്തിക വിഭജനം എന്ന സാന്ദ്രണ രീതിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ടിൻസ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റനെ നീക്കം ചെയ്യുന്നതും കാന്തിക വിഭജനം വഴിയാണ്. അപ്പോൾ എന്താണ്, അയിരിന് ഇതുപോലെയുള്ള റോളറിനകത്തേക്ക് ഇടുമ്പോൾ എന്ത് സംഭവിക്കും, 2 ബീക്കറിനകത്തായിട്ടാണ്
മാലിന്യങ്ങളും ഒരു ബീക്കറിനകത്ത് എന്താണ് കാന്തിക സ്വഭാവമുള്ള ഘടകം വന്ന് വീഴുന്നതായിരിക്കും. അതുപോലെ കാന്തിക സ്വഭാവമില്ലാത്ത ഘടകം വേറൊരു ബീക്കറിലും വന്ന് വീഴുന്നതായിരിക്കും. അപ്പോൾ കാന്തിക വിഭജനം വഴിയും സാന്ദ്രണം നടത്താൻ പറ്റും. അപ്പോൾ ഏതൊക്കെയായിരുന്നു 3 മെത്തേഡ് പഠിച്ചത്? ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അവിടെ എന്തായിരുന്നു? അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോഴാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുത്തുകൊണ്ട് അയിരിൻ്റെ സാന്ദ്രണം നടത്തുന്നത്. എന്നാൽ പ്ലവന പ്രക്രിയ എന്താണ്? അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ പ്ലവന പ്രക്രിയ നടത്തുന്നു. അടുത്തത് കാന്തിക വിഭജനം. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം. ഉദാഹരണം മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിൻ്റെ സാന്ദ്രണം. അടുത്തതാണ് ലീച്ചിങ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുന്നു. എന്താണ്? നമുക്ക് ശുദ്ധീകരിക്കേണ്ട അയിര്, മാലിന്യങ്ങളെ നീക്കം ചെയ്യേണ്ട അയിര് അനുയോജ്യമായ ഒരു ലായനിയിൽ ചേർക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കും. അപദ്രവ്യങ്ങൾ ലയിക്കാതെ കിടക്കും. ലയിക്കാത്ത അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യുക? അരിച്ചു മാറ്റുക. അങ്ങനെ അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് ശുദ്ധമായ അയിര് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഉദാഹരണമാണ് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയത്തിൻ്റെ അയിരാണ് അല്ലേ? അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതിയാണ് ലീച്ചിങ്. ഓക്കെ. അനുയോജ്യമായ ലായനി, ലീച്ചിങ് ലായനി, അങ്ങനെ ഓർത്തിരിക്കാം. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുന്നു. അങ്ങനെ രാസപ്രവർത്തനം നടന്നിട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് ശുദ്ധമായ അയിര് വേർതിരിച്ചെടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ 4 മെത്തേഡുകളാണ് അയിരുകളുടെ സാന്ദ്രണത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊക്കെ എന്തായിരുന്നു? ഒരു അയിരിൽ നിന്ന് ഒരു ലോഹം വേർതിരിക്കുന്നത് വരെയുള്ള പ്രക്രിയകളുണ്ട് അല്ലേ? അതിലുള്ള ഒന്നാമത്തെ ഘട്ടം, ലോഹനിഷ്കർഷണത്തിലുള്ള ഒന്നാമത്തെ ഘട്ടമായിരുന്നു അയിരുകളുടെ സാന്ദ്രണം. അയിരുകളുടെ സാന്ദ്രണം 4 തരത്തിൽ ചെയ്യാൻ പറ്റും. 4 തരത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, രണ്ടാമത്തത് പ്ലവന പ്രക്രിയ, മൂന്നാമത്തത് കാന്തിക വിഭജനം, നാലാമത്തത് ലീച്ചിങ്. അടുത്തെന്താണ്? ലോഹനിഷ്കർഷണത്തിലെ രണ്ടാമത്തെ ഘട്ടമാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സാന്ദ്രീകരണമായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു സാന്ദ്രീകരണം ചെയ്തിരുന്നത്? 4 മെത്തേഡുകളിൽ സാന്ദ്രീകരണം ചെയ്യാൻ പറ്റും. അതായത് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് ആദ്യം നടന്നിരുന്നത്. എന്നാൽ രണ്ടാമത്തെ പ്രോസസ്സ് ഇങ്ങനെ കിട്ടിയിട്ടുള്ള സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. രണ്ടാമത്തെ ഘട്ടം സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ച് എടുക്കലാണ്. ഇതും 2 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ 2 ഘട്ടങ്ങളിലൂടെയാണ് വേർതിരിച്ചെടുക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഘട്ടമാണ് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. രണ്ടാമത്തെ ഘട്ടം ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം. ഇങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്നത്. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്നത് 2 ഘട്ടങ്ങളിലൂടെയാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കാൻ 2 വഴികളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് കാൽസിനേഷൻ, അടുത്തത് റോസ്റ്റിംഗ്. എന്താണ് കാൽസിനേഷൻ? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കുന്നു. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അയിരിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിലാണ് ചൂടാക്കേണ്ടത്. ഈ അയിരിനെ ചൂടാക്കേണ്ടത്. ഓക്കെ. ദ്രവണാങ്കം എന്ന് പറയുമ്പോൾ എന്താണ്? ദ്രവണാങ്കം എന്ന് പറയുമ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് അല്ലേ? അത് ഉരുകി ദ്രാവകമാകാനെടുക്കുന്ന ആ ഒരു പോയിന്റ്, അതിനെയാണ് ഉരുകി ദ്രാവകമാകുന്ന ആ ഒരു പോയിന്റ്, അതിനാണ് ദ്രവണാങ്കം. അപ്പോൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കാൽസിനേഷൻ.
ഇങ്ങനെ ചൂടാക്കുമ്പോൾ ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായിട്ട് മാറുന്നു. ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായി മാറുന്നു. അടുത്തതാണ് റോസ്റ്റിംഗ്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. ഇവിടെയും എന്താണ്, അയിരിനെ ചൂടാക്കുമ്പോൾ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ മാത്രമാണ് ചൂടാക്കുന്നത്. അയിരിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിലാണ് ചൂടാക്കുന്നത്. ഇങ്ങനെ റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ജലാംശം ബാഷ്പമായി പുറത്തു പോകും. ജലാംശത്തിന് എന്ത് സംഭവിക്കും? ബാഷ്പമായിട്ട് അങ്ങ് പുറത്തു പോകും. ഉദാഹരണമാണ് സൾഫൈഡ് അയിരുകൾ. സൾഫൈഡ് അയിരുകളുടെ ഓക്സൈഡ് ആക്കുന്നത് റോസ്റ്റിംഗ് വഴിയാണ്. ഓക്സിജനുമായിട്ട് ചേർന്ന് സൾഫൈഡ് അയിരുകൾക്ക് എന്ത് സംഭവിക്കും? ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സൈഡുകളായിട്ട് മാറും. അപ്പം എന്തൊക്കെയാണ്? സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കാൻ 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് കാൽസിനേഷൻ, അടുത്തത് റോസ്റ്റിംഗ്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കുന്നത് കാൽസിനേഷനാണ്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. അടുത്തത് രണ്ടാമത്തെ ഘട്ടമാണ് ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം. ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ക്രിയാശീലം എന്ന് പറയുമ്പോൾ എന്താണ്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് അല്ലേ? അപ്പോൾ ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നു. അപ്പോൾ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ക്രിയാശീലം കൂടിയവയ്ക്ക് വൈദ്യുതിയാണ് നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്ന 2 ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ, രണ്ടാമത്തെ ഘട്ടം ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോഹ നിഷ്കർഷണത്തിലെ 3ാമത്തെ ഘട്ടമായ ലോഹശുദ്ധീകരണമാണ്. ലോഹശുദ്ധീകരണം നമുക്കിങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ മാലിന്യങ്ങളെ നീക്കം ചെയ്തു അല്ലേ? അയിരുകളുടെ സാന്ദ്രണം. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ ലോഹത്തെ വേർതിരിച്ചെടുത്തെങ്കിലും അതിനകത്തും ചെറിയ അളവിൽ എന്തൊക്കെ കാണും? അലോഹങ്ങളും അതുപോലെയുള്ള മാലിന്യങ്ങളൊക്കെ കാണപ്പെടും. അപ്പം അതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. അതാണ് ലോഹശുദ്ധീകരണം. അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്നു. അതാണ് ലോഹശുദ്ധീകരണം. അപ്പം ലോഹശുദ്ധീകരണത്തിന് 3 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തത് ഉരുക്കി വേർതിരിക്കൽ, രണ്ടാമത്തത് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ, മൂന്നാമത്തത് വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഓക്കെ, ഇങ്ങനെ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ പറ്റും. ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഉരുക്കി വേർതിരിക്കൽ. ഉരുക്കി വേർതിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ എന്താണ് കിട്ടിയിരിക്കുന്നത്? കുറച്ച് മാലിന്യങ്ങൾ അടങ്ങിയിട്ടുള്ള ലോഹം കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പം കുറഞ്ഞ ദ്രവണാങ്കമുള്ള അയിരിനെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുക. അപ്പോൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശുദ്ധ ലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴെ വരുന്നു. കുറഞ്ഞ ദ്രവണാങ്കമുള്ള അയിരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ചൂട് കുറച്ച് കിട്ടുമ്പം തന്നെ എന്ത് സംഭവിക്കും? അത് ഉരുകാൻ തുടങ്ങും. എന്നാൽ അപദ്രവ്യത്തിന് ദ്രവണാങ്കം കുറവല്ല. അപ്പോൾ അപദ്രവ്യം ഉരുകാതെ അവിടെ കിടക്കും. എന്നാൽ ദ്രവണാങ്കം കുറഞ്ഞിട്ടുള്ള അയിരിന് എന്ത് സംഭവിക്കും? അത് ഉരുകാൻ തുടങ്ങും. ഉരുകി താഴേക്ക് വരും അല്ലേ? ചരിഞ്ഞ പ്രതലത്തിൽ നിന്ന് താഴേക്ക് വരും. അങ്ങനെ നമുക്ക് ശുദ്ധലോഹത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റും. അതിനുള്ള ഉദാഹരണമാണ് ടിന്ന്, ലെഡ് എന്നിവയുടെ ശുദ്ധീകരണം. ഉരുക്കി വേർതിരിക്കൽ എങ്ങനെയാണ്? നമ്മളിവിടെ അശുദ്ധലോഹം ഈ ചരിഞ്ഞ പ്രതലത്തിൽ ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? എന്നിട്ട് ചെറിയ രീതിയിൽ ചൂട് കൊടുക്കുന്നു. ചൂട് കൊടുക്കുമ്പോൾ തന്നെ, ചെറിയ ചൂട് തട്ടുമ്പോൾ തന്നെ കുറഞ്ഞ മെൽറ്റിംഗ് പോയിൻ്റുള്ള അയിര്, ശുദ്ധമായിട്ടുള്ള അയിരിന് എന്ത് സംഭവിക്കും? അത് താഴേക്ക് ഉരുകി ഒലിക്കാൻ തുടങ്ങും. ശുദ്ധമായിട്ടുള്ള ലോഹം താഴേക്ക് വരും. എന്നാൽ അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ അവിടെ തന്നെ കിടക്കും. അങ്ങനെയാണ് ഉരുക്കി വേർതിരിക്കൽ. കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്ന്, ലെഡ് പോലെയുള്ള ലോഹങ്ങളെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴെ വരുന്നു.
ഉരുക്കി വേർതിരിക്കൽ. ലോഹശുദ്ധീകരണത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ. വേറൊരു മെത്തേഡ് കൂടെയുണ്ട് സ്വേദനം. കുറഞ്ഞ തിളനിലയിലുള്ള ലോഹങ്ങൾ ഉദാഹരണത്തിന് സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കാനാണ് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിച്ചു പോകും. കാരണം എന്താണ്? കുറഞ്ഞ തിളനിലയാണ്. കുറഞ്ഞ തിളനില എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അതെന്തായി പോകുന്നുണ്ട്? തിളക്കുന്നുണ്ട്. തിളച്ചാൽ എന്ത് സംഭവിക്കും? ബാഷ്പീകരിക്കും. അപ്പോൾ ശുദ്ധലോഹം എന്ത് സംഭവിക്കും? ബാഷ്പീകരിച്ചിട്ട് പോകും. ഈ ബാഷ്പം ഘനീഭവിച്ചിട്ട് ശുദ്ധലോഹമാക്കി മാറ്റാൻ പറ്റും അല്ലേ? ഈ ബാഷ്പം ഘനീഭവിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? ശുദ്ധലോഹമായിട്ട് കിട്ടും. ഓക്കെ, കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം പെട്ടെന്ന് ബാഷ്പീകരിക്കുകയും ഈ ബാഷ്പം നമുക്ക് ഘനീഭവിച്ച് ശുദ്ധലോഹമായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ലോഹശുദ്ധീകരണത്തിന് മൂന്നാമത്തതാണ് അടുത്തത് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ശുദ്ധലോഹത്തെയാണ് നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യം അടങ്ങിയ ലോഹത്തിനെ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടും ലോഹത്തിൻ്റെ ലവണ ലായനി ഇലക്ട്രോലൈറ്റായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. കോപ്പറിൻ്റെ ശുദ്ധീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഉദാഹരണമായിട്ട്. അപ്പോൾ എന്താണ് ഇവിടെ ലായനിയായിട്ട് എടുത്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് ലായനി അല്ലേ? ലോഹത്തിൻ്റെ ലവണ ലായനിയാണ് എടുത്തിരിക്കുന്നത്. കോപ്പർ സൾഫേറ്റ് ലായനിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെയോ നോക്കിയേ, ശുദ്ധീകരിക്കേണ്ട കോപ്പർ എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യം അടങ്ങിയ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡാണ് അല്ലേ? പോസിറ്റീവ് നോക്കിയേ, ഏതുമായിട്ടാണ് ശുദ്ധീകരിക്കേണ്ട കോപ്പർ ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? ശുദ്ധീകരിക്കേണ്ട കോപ്പർ പോസിറ്റീവ് ഇലക്ട്രോഡിനോടും അതുപോലെ ശുദ്ധമായ കോപ്പർ നെഗറ്റീവ് ഇലക്ട്രോഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് ഇലക്ട്രോഡിന് നമ്മൾ ആനോഡ് എന്നും അതുപോലെ നെഗറ്റീവ് ഇലക്ട്രോഡിനെ കാഥോഡും എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ശുദ്ധീകരിക്കേണ്ട കോപ്പർ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടും ശുദ്ധമായ കോപ്പർ നെഗറ്റീവ് ഇലക്ട്രോഡായും ഉപയോഗിക്കുന്നു. ലോഹത്തിൻ്റെ ലായനിയാണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈദ്യുത വിശ്ലേഷണത്തിന് എന്താണ്? ശുദ്ധമായ ലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടും ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യം അടങ്ങിയ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായും ലോഹത്തിൻ്റെ ലവണ ലായനി ഇലക്ട്രോലൈറ്റായിട്ടും ഉപയോഗിക്കുന്നു. ഇങ്ങനെ 3 മെത്തേഡ്സുകളാണ് ലോഹശുദ്ധീകരണത്തിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ലോഹനിഷ്കർഷണത്തെക്കുറിച്ചാണ് പഠിച്ചത്. ലോഹനിഷ്കർഷണം നടക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെ ആയിരുന്നു. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഘട്ടമാണ് അയിരുകളുടെ സാന്ദ്രണം, രണ്ടാമത്തെ ഘട്ടമാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കൽ, മൂന്നാമത്തെ ഘട്ടമാണ് ലോഹശുദ്ധീകരണം. ഇതിൽ ഒന്നാമത്തെ ഘട്ടമായ അയിരുകളുടെ സാന്ദ്രണം തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ജലം ഉപയോഗിച്ച് കഴുകിയെടുക്കൽ, രണ്ടാമത്തത് പ്ലവന പ്രക്രിയ, മൂന്നാമത്തത് കാന്തിക വിഭജനം, നാലാമത്തത് ലീച്ചിങ്. അതുപോലെ രണ്ടാമത്തെ ഘട്ടമായ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കുന്നത് 2 ഘട്ടത്തിലൂടെയായിരുന്നു. ഒന്ന് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ, രണ്ടാമത്തെ ഘട്ടം ഓക്സൈഡ് ആക്കിയിട്ടുള്ള ഈ അയിരിനെ നിരോക്സീകരണം. ഓക്കെ, അപ്പോൾ ഈ സാന്ദ്രീകരിച്ച അയിരിൻ്റെ ഓക്സൈഡ് ആക്കൽ 2 തരത്തിൽ ചെയ്യപ്പെടും. ഒന്ന് കാൽസിനേഷനും റോസ്റ്റിങ്ങും. കാൽസിനേഷൻ എന്ന് പറയുമ്പോൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നത്, എന്നാൽ റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ള ലോഹനിഷ്കർഷണത്തിലുള്ള മൂന്നാമത്തെ ഘട്ടമാണ് ലോഹശുദ്ധീകരണം. അതിന് 3 വഴികളുണ്ട്. ഒന്നാമത്തത് ഉരുക്കിയെടുക്കൽ, രണ്ടാമത്തത് സ്വേദനം, മൂന്നാമത്തത് വൈദ്യുത വിശ്ലേഷണം. ഇത്രയാണ് നമ്മൾ ലോഹനിഷ്കർഷണം എന്ന ഭാഗത്തിൽ പഠിച്ചിരിക്കുന്നത്. അടുത്തത്
ഇരുമ്പ് നിർമ്മാണ പ്രക്രിയയിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. ഇരുമ്പ് നിർമ്മാണ പ്രക്രിയയ്ക്ക് ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ എന്നും പറയപ്പെടുന്നുണ്ട്. ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ. ഇരുമ്പിൻ്റെ അയിരാണ് ഹെമറ്റൈറ്റ്. ഇരുമ്പ് നിർമ്മാണ പ്രക്രിയയിൽ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. ഗാങ് ആയിട്ട് ഉപയോഗിക്കുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ്. ഇരുമ്പ് നിർമ്മാണ പ്രക്രിയയിൽ ഗാങ് ആയിട്ട് ഉപയോഗിക്കുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. അതുപോലെ നിരോക്സികാരിയായിട്ട് കോക്കാണ് ഉപയോഗിക്കുന്നത്. ഇരുമ്പ് നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് കോക്ക്. അതുപോലെ വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? അയേൺ പൈറൈറ്റ്സ് ആണ് കേട്ടോ. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയേൺ പൈറൈറ്റ്സ് ആണ്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്നത്, നമ്മുടെ ഇരുമ്പ് നിർമ്മാണ പ്രക്രിയയിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കുന്നത് പിഗ് അയൺ ആണ്. ഏതാണ്? പിഗ് അയൺ ആണ്. എന്നാൽ ഈ പിഗ് അയണിനെ ചൂടാക്കി വീണ്ടും ഉരുക്കി ലഭിക്കുന്നതാണ് എന്ത്? കാസ്റ്റ് അയൺ. പിഗ് അയണിനെ ചൂടാക്കി ഉരുക്കി ലഭിക്കുന്നതാണ് കാസ്റ്റ് അയൺ. ഇത്രയാണ് ഇരുമ്പ് നിർമ്മാണ പ്രക്രിയയിൽ പഠിക്കാനുള്ളത്. അടുത്തത് കുറച്ച് ലോഹങ്ങളുടെ നിർമ്മാണ പ്രക്രിയയുടെ പേരുകൾ നോക്കാം. അലൂമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്നത് ഹോൾ ഹെറാൾട്ട് പ്രോസസ്സ് എന്നാണ്. ഹോൾ ഹെറാൾട്ട് പ്രക്രിയ എന്നാണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്നത്. അതുപോലെ സ്വർണത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്നതാണ് സയനൈഡ് പ്രക്രിയ. സ്വർണത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ സയനൈഡ് പ്രക്രിയ. സോഡിയം നിർമ്മാണ പ്രക്രിയയാണ് ഡൗൺസ് പ്രോസസ്സ്. സോഡിയം നിർമ്മാണ പ്രക്രിയയാണ് ഡൗൺസ് പ്രക്രിയ. അടുത്തത് മഗ്നീഷ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഡോവ് പ്രക്രിയ. അപ്പോൾ ഇത്രയാണ് അയിരുകൾ ധാതുക്കൾ എന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.